സർക്കാർ മാറുന്നു എന്നതുകൊണ്ട് തന്നെ UDF ആണ് ഇനി അധികാരത്തിലേക്ക് വരുന്നത്. UDFന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു കേരളത്തിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കും എന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ പിണറായി വിജയൻ തന്നെയാണ് കാവൽ സർക്കാരായി തുടരുന്നത് എങ്കിൽ പോലും അങ്ങനെ ഒരു സൗജന്യ യാത്ര നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് തുടരുകയാണ്. അതായത് KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരുടെ ജെൻഡർ രേഖപ്പെടുത്തുക എന്നതാണ് ഇപ്പോഴത്തെ നടപടി. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ജെൻഡർ ടിക്കറ്റിംഗ് എന്നത് ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. യാത്രക്കാർ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര ചെയ്യുന്ന ആൾ സ്ത്രീയോ പുരുഷനോ എന്നത് ഈ ടിക്കറ്റിൽ കണ്ടക്ടർ തന്നെ രേഖപ്പെടുത്തുന്നു എന്നതാണ് ഈ ജെൻഡർ ടിക്കറ്റിംഗ് എന്നത്. ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു കണക്കുകൾ അനുസരിച്ച് KSRTCയിൽ ഒരു ദിവസം 23.5 ലക്ഷം യാത്രക്കാർ കേരളത്തിൽ ഉടനീളം ആയി സഞ്ചരിക്കുന്നു എന്നതാണ്. ഇതൊരു ഏകദേശ കണക്കാണ്. ഓരോ ദിവസവും ഈ കണക്കുകളിൽ മാറ്റമുണ്ടാകും. എങ്കിൽ പോലും 23.5 ലക്ഷം ആളുകൾ KSRTCയിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഈ യാത്രക്കാരിൽ എത്ര പുരുഷന്മാർ എത്ര സ്ത്രീകൾ എന്നത് സംബന്ധിച്ച ഒരു ഡേറ്റ തയ്യാറാക്കൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതിൽ തന്നെ ഈ യാത്രക്കാരിൽ വലിയൊരു ശതമാനം യാത്രക്കാരും സ്ത്രീകൾ ആണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. നിലവിൽ 23 ലക്ഷത്തോളം ആളുകൾ യാത്ര ചെയ്യുമ്പോൾ അതിൽ 45% സ്ത്രീ യാത്രക്കാർ ആണ് ഉള്ളത് KSRTCയിൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. മാത്രവുമല്ല, ഒരു പക്ഷേ ഈ സൗജന്യമായ യാത്ര അനുവദിച്ചാൽ ഈ 45% വർധനവുണ്ടാകും എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഏതാണ്ട് ഒരു 10% വർധനമാണ് പ്രതീക്ഷിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഈ ഓരോ ദിവസവും കേരളത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ എണ്ണം എന്നത് 4500ഓളം ആണ് എന്നതുകൂടിയാണ്. അതായത് കേരളത്തിൽ ആകെ ബസ്സുകൾ KSRTCക്ക് ഉള്ളത് ഏതാണ്ട് 5565 എന്നതാണ് KSRTCയുടെ കണക്ക്. അതിൽ എല്ലാ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. 4500ഓളം ബസ്സുകൾ ആണ് സർവീസ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ഏതാണ്ട് 14.78 ലക്ഷം കിലോമീറ്റർ ആണ് യാത്ര ചെയ്യുന്നത് KSRTC ബസ്സുകൾ എന്നതുകൂടിയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതായി വരുന്ന വിവരം. അവിടെയാണ് ഈ ജെൻഡർ ടിക്കറ്റിങ്ങിലൂടെ വിവരശേഖരണം ഇപ്പോൾ KSRTC നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും ഈ വനിതകൾക്ക് സൗജന്യ യാത്ര എന്നത് സർക്കാരിൻ്റെ ഏറ്റവും അടുത്ത തീരുമാനമായി, അതായത് അടുത്ത UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കും എന്ന നിഗമനത്തിലേക്കാണ് പൊതുവെ പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് സാരംഗാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പിലാക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ KSRTC ഓടുന്നത് വലിയ ബാധ്യതയിൽ ആണ്. സർക്കാർ ഓരോ മാസവും തുക കണ്ടെത്തുകയും ആ തുക KSRTCക്ക് നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് KSRTC മുന്നോട്ട് പോകുന്നത്. സാരംഗ്, നിലവിൽ എന്തൊക്കെ വിവരങ്ങൾ ആണ് പ്രധാനമായും ശേഖരിക്കുന്നത്? നിലവിലെ കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്? നമുക്ക് സർക്കാരിൻ്റെ ബാധ്യതയിലേക്കും ആ ഡേറ്റയിലേക്കും വരാം. അതിനു മുമ്പ് അഭിലാഷ, പ്രധാനമായും ഇതിൽ മനസ്സിലാക്കേണ്ടത് യാത്ര ചെയ്യുന്നവരിൽ, അതായത് ഒരു ദിവസം യാത്ര ചെയ്യുന്നവരിൽ എത്രത്തോളം സ്ത്രീ പുരുഷ അനുപാതം, അതിൽ എത്ര സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ എത്ര പുരുഷന്മാരുണ്ട് എന്നത് ഏകദേശം ഒരു കണക്ക് എടുക്കുക എന്നതാണ് ഇപ്പോൾ നിലവിൽ KSRTC മുന്നോട്ട് വെക്കുന്നത്. അതായത് 15-ാം തീയതി വരെ ആയിരിക്കും ഇതിൻ്റെ കണക്കെടുപ്പ് തുടരുക. അതിൽ നിന്നും രൂപീകരിച്ചിട്ടുള്ള ഒരു ആവറേജ് കണക്ക് അല്ലെങ്കിൽ ശരാശരി കണക്കാക്കിയതിന് ശേഷമായിരിക്കും എത്രത്തോളം തുക ഇതിന് മാറ്റിവെക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതിൻ്റെ അധിക ബാധ്യതയായി എത്രത്തോളം തുക ഇതിലേക്ക് വരുമെന്ന് KSRTC കണക്കാക്കാൻ പദ്ധതിയിടുന്നത്. പക്ഷേ പലപ്പോഴും അല്ലെങ്കിൽ ഈ തിരക്ക് അധികമായുള്ള ബസ്സുകളിൽ ഈ ഒരു ജെൻഡർ ടിക്കറ്റിങ്ങിൽ എങ്ങനെ കൃത്യമായി കണ്ടക്ടർമാർക്ക് അതുകൂടി ആഡ് ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. കാരണം അതിനുള്ള പരിശീലനം അടക്കം നൽകിയിട്ടുണ്ടോ എന്ന വ്യക്തത KSRTC വരുത്തിയിട്ടില്ല. എന്തുതന്നെയായാലും അധിക ബാധ്യതയാവും എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ അതെങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം ചിലവ് വരും അല്ലെങ്കിൽ അധിക ബാധ്യത വരും എന്ന കാര്യത്തിൽ ഒരു കണക്ക് കൂട്ടൽ വേണ്ടിയാണ് ഇപ്പോൾ KSRTCയുടെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഒരു മാറ്റം വരുത്തിയത്. അതായത് ഇപ്പോൾ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനാണ്. അതിൽ ഈ ഒരു ജെൻഡർ കൂടി ആഡ് ചെയ്യാനുള്ള ഒരു രീതി, ആ ഒരു മാറ്റം കൂടി ഇതിൽ വരുത്തി എന്നാണ് ഈ ഒരു KSRTCയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഒരു UDF സർക്കാരിൻ്റെ തന്നെ സുപ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു KSRTC ബസ്സുകളിൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് പറയുന്നത്. കർണാടകയിൽ അടക്കം അത് നടപ്പിലാക്കുന്നുണ്ട് എന്നായിരുന്നു ഈ ഒരു പ്രധാനമായി എടുത്തു പറഞ്ഞൊരു കാര്യം. അതിൽ തന്നെ പ്രധാനമായി പറയേണ്ടത് ഏത് ബസ്സുകളിലായിരിക്കും ഇത് പ്രധാനമായിട്ടും സൗജന്യമായി യാത്ര നൽകുക. അതായത് ദീർഘദൂര AC ബസ്സുകളുണ്ട്, ഒപ്പം തന്നെ മറ്റ് അന്തർ സംസ്ഥാന ബസ് സർവീസുകളുണ്ട്,
അങ്ങനെ നിരവധി സർവീസുകൾ നടത്തുന്ന ഒരു സംവിധാനത്തിൽ ഏതൊക്കെ ബസ്സുകളിൽ മുഴുവൻ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടൊരു കാര്യമല്ല. കാരണം അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവുകയും KSRTC വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഇനി മന്ത്രിസഭാ യോഗം കൂടുമ്പോഴും ഇതിന്റെ പ്രഖ്യാപനം വരുമ്പോഴും അറിയേണ്ട ഒരു കാര്യം ഏതൊക്കെ ബസ്സുകളിലായിരിക്കും. പ്രധാനമായും സിറ്റി റൂട്ടുകളിലോ അല്ലെങ്കിൽ അധികം ദൂരമില്ലാത്ത ഒരു കിലോമീറ്റർ കണക്കിലോ വെച്ചുകൊണ്ട് ഈ ഒരു KSRTCയുടെ ഒരു നീക്കം ആ രീതിയിലേക്ക് മാറ്റാനായിരിക്കും പ്രധാനമായും നോക്കുക. അല്ലെങ്കിൽ ഈ ബാധ്യത താങ്ങാനാവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീകളുടെ യാത്ര, അതായത് സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കുമ്പോൾ അതിനനുപാതമായി പുരുഷന്മാരും ബസ്സിലേക്ക് കയറും. കാരണം കുടുംബമായി സഞ്ചരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടാകുമ്പോൾ അവർ മുഴുവനായി KSRTC ബസ്സിലേക്ക്, അതായത് അവരെ KSRTC ബസ് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അത്തരത്തിലൊരു വർധനവും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് പ്രധാനമായും പ്രൈവറ്റ് മേഖലയെ ബാധിക്കുമെന്നടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. സാരംഗ്, തീർച്ചയായും അതായത് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ച ഡേറ്റ എന്നതും അത് തന്നെയായിരുന്നു. അതായത് ഒരു മാസം ഏതാണ്ട് 130 കോടി രൂപയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ബാധ്യതയായി സർക്കാരിന് അധികമായി വരുന്നത്. അതിൽ തന്നെ പെൻഷൻ നൽകുന്നതിന് വലിയൊരു തുക ഏതാണ്ട് 80 കോടിയോളം രൂപ സർക്കാരിൽ നിന്ന് KSRTCക്ക് നൽകുന്നുണ്ട്. ഒപ്പം ശമ്പളം നൽകുന്നതിന് വേണ്ടി 50 കോടി രൂപ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിന് പുറമെ ഇനിയും ഏതാണ്ട് 90 കോടി രൂപയോളം കണ്ടെത്തിയാൽ മാത്രമേ ഈ സൗജന്യ യാത്ര എന്നത് പ്രായോഗികമാകൂ എന്നതാണല്ലോ. അപ്പോൾ ഒന്നുകിൽ ആ ഒരു അധിക വരുമാനം സർക്കാർ നൽകേണ്ടതായി വരും, അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതായി വരും. അതല്ല എങ്കിൽ KSRTCയിൽ നിന്ന് തന്നെ അത്തരം അധിക വരുമാനം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് KSRTCയെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണോ പശ്ചാത്തലം? അഭിലാഷ് പ്രധാനമായും പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ നിലവിൽ തന്നെ KSRTCയുടെ സാഹചര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം ഇപ്പോൾ സർക്കാർ മാറുന്നൊരു സമയമായതുകൊണ്ട് തന്നെ ഇപ്പോൾ SBIയിൽ നിന്നും ഓവർ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ പെൻഷനും ശമ്പളവും അടക്കം നൽകുന്നതെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ഈ നിലവിൽ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി കൂടി വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ KSRTCയിൽ നിന്നും അധിക വരുമാനം കണ്ടെത്തുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ മന്ത്രി ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് തന്നെ ദിവസമുള്ള, അതായത് നഷ്ടത്തിലല്ലാതെ ഓടുക എന്ന് പറയുന്നത് തന്നെ KSRTCക്ക് വലിയൊരു ചരിത്രമായിരുന്നു. കാരണം പല ദിവസങ്ങളും അടുപ്പിച്ചുകൊണ്ട് നഷ്ടത്തിലല്ലാതെ ലാഭത്തിൽ ഓടുക എന്ന രീതിയിലേക്ക് KSRTC എത്തിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. അതിൽ നിന്നും ഈ രീതിയിലുള്ള ഒരു പദ്ധതിക്ക് തുക കണ്ടെത്താനുള്ള രീതിയിലേക്ക് ലാഭത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ട ഒരു കാര്യമായിരിക്കും. പക്ഷേ അങ്ങനെ KSRTCയിൽ നിന്ന് ലാഭമുണ്ടായി ഈ ഒരു പദ്ധതി നടപ്പാക്കുക എന്ന രീതിയിലേക്ക് സർക്കാർ എത്തുമെന്ന് തോന്നുന്നില്ല. അതിന് അധിക തുക സർക്കാർ തന്നെ നൽകി തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അല്ലാത്ത രീതിയിൽ ഇത് നടപ്പിലാക്കാൻ കഴിയുകയുമില്ല. മാത്രമല്ല ഈ മറ്റ്, അതായത് പെൻഷനും ഒപ്പം ശമ്പളവും അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ സഹായം കൊണ്ടാണ് ഇപ്പോൾ KSRTC മുന്നോട്ട് പോകുന്നത്. അത് മാറ്റിവെച്ചാണ് ഇപ്പോൾ ദൈനംദിനമായിട്ടുള്ള ലാഭത്തിൽ KSRTC ഓടുകയും ചെയ്യുന്നത്. മാത്രമല്ല നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ ബസ്സുകൾ, അതായത് 1000-ഓളം ബസ്സുകൾ പുതുതായി നിരത്തിലേക്ക് ഇറക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ ബാധ്യതകൾ, അതായത് KSRTCയുടെ മെയിൻ്റനൻസ് ആയിക്കോട്ടെ, ഒപ്പം ഡീസൽ തുകയായിക്കോട്ടെ, ഇതെല്ലാം വലിയ രീതിയിൽ ഒരു ഞാനിന്മേൽ കളി എന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഒരു സ്ത്രീകളുടെ ടിക്കറ്റ് സൗജന്യമാക്കുമ്പോൾ അത് എങ്ങനെ നേരിടാൻ കഴിയും, അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് KSRTC എങ്ങനെ ലാഭത്തിൽ ഓടിക്കാൻ കഴിയും? കാരണം നഷ്ടത്തിൽ ഓടുന്നതിനേക്കാൾ ഉപരി ഈ ഉദ്യോഗസ്ഥരെയും ഒപ്പം പെൻഷൻകാരെയും ഒപ്പം ഇവരെയെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് ലാഭത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം എങ്ങനെയായിരിക്കും എന്നത് കണ്ടറിയേണ്ടതുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിൽ നിന്നും കരകയറി വരുന്ന KSRTC വീണ്ടും സ്ത്രീകൾക്ക് ടിക്കറ്റിംഗ് നടപ്പിലാക്കുമ്പോൾ അത് നഷ്ടത്തിലേക്ക് പോകുമെന്ന് വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നിരുന്നു. ഒപ്പം തന്നെ പ്രൈവറ്റ് മേഖലയിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉയർന്നുണ്ട്. കാരണം സ്ത്രീകൾക്ക് സൗജന്യമാകുമ്പോൾ പ്രൈവറ്റ് മേഖല ഇപ്പോൾ ഈ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകൾ പറയുന്നത് ഇത് പൊതുഗതാഗത മേഖലയെ ഒന്നാകെ തകർച്ചയിലേക്ക് തള്ളിവിടും എന്നുള്ളതാണ്. അതായത് ഈ സൗജന്യ യാത്രയിലേക്ക് പോവുക. ഒന്ന് KSRTCയെ സംബന്ധിച്ചിടത്തോളം KSRTC ഇപ്പോൾ തന്നെ സാമ്പത്തികമായി വലിയ പരാധീനതകൾ നേരിടുന്നു എന്നതാണ് ഒരു ഭാഗത്ത്. അപ്പോൾ KSRTC കൂടുതൽ നഷ്ടത്തിലാകുമ്പോൾ KSRTC സർവീസുകളെ അത് ബാധിക്കും. അതൊരു ഭാഗത്ത്. മറ്റൊന്ന് സ്വകാര്യ ബസ് മേഖല. അവിടെയും നമുക്കറിയാം നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ആ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ പങ്കുവെക്കുന്ന ആശങ്കയുമുണ്ടല്ലോ സാരംഗ്.
തീർച്ചയായും. കാരണം ഇപ്പോൾ തന്നെ കേരളത്തിലെ പൊതുഗതാഗത മേഖല അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് തകർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം വലിയ രീതിയിൽ അവർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഡീസൽ വില ആയിക്കോട്ടെ, ഒപ്പം തന്നെ മറ്റ് ചിലവുകളായിക്കോട്ടെ, ഇതെല്ലാം ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. പല വമ്പന്മാരായിട്ടുള്ള ബസ് ഓപ്പറേറ്റർമാരും ബസ് ബിസിനസ് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് ബിസിനസ്സിലേക്ക് മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം വരുമ്പോൾ അത് അവരെ എങ്ങനെ ബാധിക്കുമെന്നത് സർക്കാർ എത്രത്തോളം കണക്കിലെടുക്കുമെന്ന കാര്യം വളരെ വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിൽ തന്നെ, അതായത് KSRTCയിൽ സ്ത്രീകളുടെ ടിക്കറ്റിംഗ് ഫ്രീ ആക്കുമ്പോൾ അത് ഒരു കുടുംബത്തിലെ മുഴുവൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും ആ ഒരു KSRTCയെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ KSRTC സർവീസിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അത് പ്രൈവറ്റ് മേഖലയെ സാരമായി ബാധിക്കും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയ രീതിയിലുള്ള ഈ ഒരു സാമ്പത്തിക നഷ്ടം, അതായത് പല മേഖലകളിലും നമുക്കറിയാം, തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് പല ജില്ലകളിലും പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും തമ്മിലുള്ള വലിയ മത്സരവോട്ടം അടക്കം, അതായത് സമയമടക്കം കണക്കാക്കിക്കൊണ്ട് മത്സരവോട്ടം നടക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട്. അവിടെ അടക്കം ഈ ഒരു യാത്രക്കാരെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ പ്രൈവറ്റ് ബസ് മേഖല അത് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുണ്ട്. അവരെ എങ്ങനെ കൺവിൻസ് ചെയ്യും, അല്ലെങ്കിൽ അവരെ എങ്ങനെ ഈ ഒരു പദ്ധതിയുമായി ചേർത്ത് നിർത്താൻ കഴിയും എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല സർക്കാരിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ഇങ്ങനെ നടത്തുമ്പോൾ അത്ര വലിയൊരു സാമ്പത്തിക ഭദ്രത കേരളത്തിന് ഉണ്ടോ എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കർണാടകയിലടക്കം ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവരുടെ സാമ്പത്തിക ഭദ്രതയും അല്ലെങ്കിൽ സാമ്പത്തിക അടിത്തറയും കേരളവുമായി നമുക്ക് താരതമ്യം ചെയ്യുന്നതിൽ തന്നെ വലിയ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നടപ്പിലാക്കുന്നത് ഇവിടെ നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ എവിടെ നിന്ന് പണം കണ്ടെത്തും, മാത്രമല്ല ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകും, ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി സർക്കാരിന് ആദ്യം മുതൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതിൽ ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങിക്കൊണ്ട് അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും സർക്കാർ ഇത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് വിപുലീകരിക്കാനുള്ള നീക്കമുണ്ടാകുക. അപ്പോഴും ഈ പ്രൈവറ്റ് മേഖലയിൽ നിന്നുള്ള എതിർപ്പ് എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളൊരു വലിയൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അഭിലാഷ്. യെസ്, KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്നത് ആണ് UDFിൻ്റെ പ്രധാനപ്പെട്ട, കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രധാനപ്പെട്ട വാഗ്ദാനമായുള്ളത്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ തന്നെ വനിതകൾക്ക് സൗജന്യ യാത്ര, വിദ്യാർത്ഥിനികൾക്ക് സ്റ്റൈഫൻഡ്, ഇങ്ങനെയുള്ള നിരവധിയായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. നിലവിലെ പശ്ചാത്തലത്തിൽ ഈ വാഗ്ദാനങ്ങൾ ഒക്കെ നടപ്പിലാക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ആയി മാറും. മറ്റ് നിരവധിയായി ഇപ്പോൾ ആശാവർക്കർമാരുടെ വേതനം ഉയർത്തും എന്ന് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കോൺഗ്രസ് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.